അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. അങ്കിളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ പോവാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടിത്തരങ്ങള്. കേക്കണ്ട എന്താണെന്ന്? ഓക്കെ, കാണാം. Super. Miskini Maisha. Miskini Maisha. പേടിച്ചു പോയോ?
അതല്ലേ അവയും കൂടി വീണപ്പോ ഞങ്ങള് ഞെട്ടിപ്പോയി. കാരണം ലാലു പറഞ്ഞില്ലേ ആദ്യം മിംവാജി. അത് പറഞ്ഞ പോലെ കേട്ടു. ആരാ ഇത്? താങ്ക്സ് പറ. ഇതാ നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സർപ്രൈസ് പെർഫോമൻസുമായിട്ട് നമ്മുടെ ബെവനും ശ്രീനന്ദും ശ്രീനന്ദയും എത്താണ്. വെൽക്കം. ഹരി, നീ എന്താ ഇവിടെ? അല്ല കൃഷ്ണ, നീ എന്താ ഇവിടെ? ഞാൻ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. എന്റെ മീര എന്നെ ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ മീരയോ? അതെ, എന്റെ മീര, എന്റെ സ്വന്തം മീര. ഇപ്പിട ആ സാധനം ഇല്ലേ, ഈ സാധനം എന്റെയാ. ഇത് നിന്റെ ആയിരിക്കാം, സമ്മതിച്ചു. പക്ഷെ മീര അതെന്റെ മാത്രമാണ്, എന്റെ സ്വന്തം. ഐ ലവ് യു മീര. അതിരിക്കട്ടെ, നീ എന്താ ഇവിടെ വന്നേ? എന്റെ മീര ഇന്ന് എന്നെയും കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ അതിനാണല്ലേ ഈ ഡ്രസ്സൊക്കെ വലിച്ചേറ്റി ഇവിടെ വന്ന് നിൽക്കുന്നത്. പാവം, ചമ്മി പോത്തേ ഉള്ളൂ ഹരി. മീരയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. മീര എന്റേതാണ്, എന്റേത് മാത്രം. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി ഹരി. മീര എന്റേത് മാത്രമാണ്, എന്റെ സ്വന്തം. നോ, മീര എന്റേതാണ്. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടവുമാണ്. വലിയ ഇഷ്ടമാണ് പോലും. വലിയ കാമദേവനാണെന്നാ ഭാവം. ആ വിടവുള്ള പല്ലും മോണകാറ്റിയുള്ള ചിരിയും ആനയെ വലിച്ചേറ്റാൻ പാകത്തിലുള്ള ആ മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണേ എന്നുള്ള നടപ്പും കണ്ട മീരക്ക് ഇഷ്ടപ്പെടുന്ന നിന്റെ ഭാവെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്ക് ഹരി. മീര എന്റേത് മാത്രമാണ്, എന്റെ സ്വന്തം. ആഹാ, അപ്പൊ മത്തങ്ങ പോലത്തെ കവളും പിന്നെ ചുളങ്ങിയ മോക്കും രാമവാദം പിടിച്ച വെള്ള ചെരിഞ്ഞ നടപ്പും കണ്ട മീര മൈൻഡ് പോലും ചെയ്യൂല. ദയവേത് ഹരി, ആ മൂക്കൊന്ന് പൊത്തിപ്പിടിക്കും പ്ലീസ്. മൂക്കെന്തിനാ പൊത്തിപ്പിടിക്കുന്നു? വരുന്ന പെമ്പിളാരൊന്ന് മുഖത്തോട്ടൊന്ന് നോക്കിക്കോട്ടെ പ്ലീസ്. ആ മൂക്കൊന്ന് പൊത്തിപ്പിടിക്കും. മൂക്കൊക്കെ പൊത്തിപ്പിടിക്കാം, പക്ഷെ മീര അതെന്റേതാണ്. ഇല്ല, ഞാൻ മീരയെ വിട്ടു തരില്ല. മീര എന്റേത് മാത്രം. കൃഷ്ണ, മീര എന്റേതാണ്. ഹരി, മീര എന്റേതാണ്. കൃഷ്ണ, മീര എന്റേതാണ്. കളിക്കരുത്. ഇല്ല, മീര എന്റേതാണ്. ഹരി, കളിക്കരുത്. അതാ ഞാൻ പറഞ്ഞ മീര എന്റെയാ. അയ്യോ, എന്റെ മീര. അതെ, ഹരിക്കും കൃഷ്ണനും ഒരു സത്യം അറിയാമോ? ഞാൻ ഇതുവരെ ആരോടും പറയാതെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആ സത്യം ഞാൻ ഇന്ന് നിങ്ങളോട് തുറന്നു പറയട്ടെ. പറയൂ മീര, പറയൂ മീര. ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഗുപ്തന് ഏറെ ഇഷ്ടം. അയ്യടാ, അതിപ്പോ ഞങ്ങളും അങ്ങനെ തന്നെയാ. അല്ലാതെ ചൂട് ചായ ആരും വായിലോട്ട് കമത്തത്തില്ല. എന്താ അതെ, ഗുപ്തന്റെ കവിതയെ കുറിച്ച് പറഞ്ഞതാണേ. ഗുപ്തന്റെ കവിതകൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. എന്റെയും. ഗുപ്തൻ കുറിച്ചിട്ട ആ വരികൾ ഞാനൊന്ന് സംഗീതം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എന്റെ മീരയ്ക്ക് വേണ്ടി ഞാൻ 2 വരി പാടാം. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ. കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി മുന്നിൽ മിന്നി വന്ന കവിതേ. പണ്ടത്തെ പാട്ടുറങ്ങും ഒരു
കഥാകൃത്തായ പാറപ്പുറത്തിൻ്റെ വളരെ പ്രസിദ്ധമായ നോവലാണ് അരനാഴിക നേരം. ആ നോവൽ KS സേതുമാധവൻ സിനിമയാക്കിയപ്പോൾ അതിലെ പ്രധാന കഥാപാത്രമായ കുഞ്ഞോനച്ഛനായി കൊട്ടാരക്കര ശ്രീധരൻ നായർ അദ്ദേഹമായിരുന്നു അഭിനയിച്ചത്. അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും സങ്കല്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്ന് സേതുമാധവൻ സാറ് പിൽക്കാലത്ത് പറയുകയുണ്ടായി. മലയാള സിനിമയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ശക്തമായ ഒരു കഥാപാത്രം ആയിരുന്നു കുഞ്ഞോനച്ഛൻ. ആ ചിത്രത്തിൽ ശ്രീ വയലാർ രാമവർമ്മ രചിച്ച ശ്രീ ദേവരാജൻ സംഗീതം നൽകിയ KJ യേശുദാസ് ആലപിച്ചൊരു ഗാനമുണ്ട്. വളരെ പ്രസിദ്ധമായ ഗാനമാണ് അനുപമേ അഴകേ. അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ. നിത്യതാരുണ്യമേ നീ എൻ്റെ രാത്രികൾ നൃത്തം കൊണ്ടു നിറയ്ക്കൂ ഉന്മാദ നൃത്തം കൊണ്ടു നിറയ്ക്കൂ മനസ്സിൽ മധുമയ മന്ദഹാസങ്ങളാൽ മണിപ്രവാളങ്ങൾ പതിക്കൂ 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 അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ. സ്വർഗലാവണ്യമേ നീ എൻ്റെ വീഥികൾ പുഷ്പം കൊണ്ടു നിറയ്ക്കൂ അനുരാഗ പുഷ്പം കൊണ്ടു നിറയ്ക്കൂ വിടരും കവിളിലെ മുഗ്ധമാം ലജ്ജയാ വിവാഹമാല്യങ്ങൾ കൊരുക്കൂ 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 അനുപമേ അഴകേ അല്ലിക്കുടങ്ങളിൽ അമൃതുമായി നിൽക്കും അജന്താ ശില്പമേ അലങ്കരിക്കൂ എന്നന്തപുരം അലങ്കരിക്കൂ നീ അനുപമേ അഴകേ. താങ്ക് യു. ഇന്ന് ലാലുചേട്ടൻ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകളൊക്കെ തന്നെ നമ്മുടെ മലയാള സിനിമ സംഗീതത്തിൻ്റെ നാൾ വഴികളിലുള്ള മുത്തുകളാണ് ശരിക്കും. അപ്പോൾ ആ ഒരു സെലക്ഷന് ഒരു വലിയ സല്യൂട്ട്. താങ്ക് യു. ഇപ്പോൾ ആദ്യം പാടിയ ഉദയഗിരി എന്നുള്ളത് അതിൽ ഒരു പുനരുജ്ജീവനം ചേട്ടൻ പറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് അടുത്ത പാട്ട് പുലേനാർ മണിയമ്മ, അത് നമുക്ക് മറക്കാൻ പറ്റാത്ത. ഇതിൽ ഒരു വളരെ അനുപമമായ ഒരു അഴകുള്ള ഒരു പാട്ട്. അത് മാത്രമല്ല ദേവരാമ എൻ്റെ ഗുരുനാഥൻ്റെ പാട്ടും കൂടി ആയതുകൊണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ, അത് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഈ പാട്ട് ഓരോ പ്രാവശ്യം കേൾക്കുന്നത്. അപ്പോൾ ചേട്ടൻ അത് അനുഭവിക്കുമ്പോൾ എപ്പോഴും പാട്ടുകാർ പാടുമ്പോഴത്തേക്കും
ഒരു മെക്കാനിക്കലായിട്ട് പല ആൾക്കാരും പാടുന്നത്. പക്ഷെ ചേട്ടൻ പാടുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്ന ഹൃദയത്തിൽ നിന്ന് പാടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചതിനെ കുറിച്ച് പറയുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇത്തരം പാട്ടുകൾ വളരെയധികം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമയത്ത് വലിയ പാട്ടുകാരനല്ല, അങ്ങനെ നല്ല പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഇപ്പോഴും പഴയ പാട്ടുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടം. പുതിയ പാട്ടുകൾ മോശം എന്നല്ല പറയുന്നത്, എന്നാലും അത് ഈ അങ്ങ് പറഞ്ഞ പോലെ അതിനൊരു പ്രത്യേക സുഖമാണ്. തീർച്ചയായിട്ടും. അതായത് പിന്നെ ദേവരാജൻ മാഷ് വയലാർ ആ ടീമിൽ വരുന്ന ആ പഴയ പാട്ടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അക്ഷരങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ലേ? ആ കഥാസന്ദർഭമായിട്ടൊക്കെ അക്ഷരങ്ങൾക്ക്, അതുപോലെ സംഗീതം, അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ലാലുവിന്. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന ലാൽ ചേട്ടൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇത്തരം ക്ലാസിക്കുകൾ കേട്ട് അറിഞ്ഞ് പഠിച്ചാണ് വളരേണ്ടതെന്നുള്ളത്. അത് ശരിക്കും വലിയൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നു. അവർ പാടി പഠിക്കുമ്പോൾ അറിഞ്ഞറിയാതെ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. വളരെ ഉച്ചാരണം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്, അതിൻ്റെ ഭാവം, അല്ലേ? അതാണ് കൂടുതൽ പാടിയത് കറക്റ്റ് ആണോന്നും അറിയില്ല. പക്ഷെ എനിക്ക് ആ പാട്ട് എൻ്റെ ഭാവത്തിൽ പാടാൻ പറ്റുന്നുണ്ട്. അത്തരം പാട്ടുകളുടെ ഒരു കാര്യം അതാണ്, നമ്മുടെ ഇഷ്ടത്തിന് അത് പാടാനും പറ്റും. താങ്ക് യു. ലാലങ്ങളെ, അങ്കിളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരാൻ പോവാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടിത്തരങ്ങള്. ഓക്കെ, കാണാം. അലക്സൂട്ടി, എന്തോന്നടേ ഇത്? ഞാൻ കണ്ടു മേശരി. എന്തോന്നടേ? ആരെ? അപ്സരസിനെ. അപ്സരസിനെയോ? ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ അത് അവളായിരിക്കും. തവളയായിരിക്കുന്നു? തവളയല്ല മേശരി, അവളായിരിക്കും. എടോ മേശരി, അവൾ ഒരു കടഞ്ഞെടുത്ത ചന്ദനമാണ്, ചന്ദനം. എന്നാ ഉറപ്പാ തേച്ചിരിക്കും. എന്തോന്ന്? അല്ല, ചന്ദനം. എടോ മേശരി, താൻ അവളെ കണ്ട നോക്ക്. പേടമാനിന്റെ കണ്ണുകൾ പോലുള്ള മിഴികൾ, കടഞ്ഞെടുത്ത കാർക്കൂന്തൽ, തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾ, ആശാനെ ചുണ്ടുകൾ. അത് തൊണ്ടിപ്പഴമായിരിക്കും, പക്ഷേ ഈ കൊടംപുളി കേട്ടത് ചേരുവോടെ? മേശരി, താൻ നോക്കിക്കോ. ജയകൃഷ്ണനും ക്ലാരയും പോലെ, ഉണ്ണികൃഷ്ണനും ഗാഥയും പോലെ, മിന്നാരത്തിലെ ബോബിയും നീനയും പോലെ, ചിത്രത്തിലെ വിഷ്ണുവും കല്യാണിയും പോലെ, താളവട്ടത്തിലെ വിനോദും സാവിത്രിയും പോലെ പ്രണയിച്ചൊടുവിൽ ഞങ്ങൾ ഒന്നിക്കും ആശാനെ, ഒന്നിക്കും. ഒന്നിക്കും പോലും ഒന്നിക്കും. എടേ, നീ ഇപ്പൊ പറഞ്ഞ സിനിമയിലെ നായകനും നായികയൊന്നും ഒരിക്കലും ഒന്നിച്ചിട്ടില്ലടേ. സംശയം ഉണ്ടേ നീ നായകനോട് തന്നെ ചോദിച്ചു നോക്ക്. കഞ്ചവാണമേയും സ്വർഗറാണിയോ നീ സ്വപ്ന കന്യയോ, മുന്നിൽ ഇന്ദ്രജാല പാടും ക്ലിയോപാട്രയോ നീ ഡെസ്കിമോണയോ, രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളെ, തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടിങ്ങു വന്നതാണ് ഞാൻ. നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയോ നീ സ്വപ്ന കന്യയോ.
പാട്ടയോ നീ ടെസ്റ്റിമോണിയോ രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടിയെന്നു വന്നതാണു ഞാൻ. ഉഗ്രൻ. കുട്ടിക്കുറുമ്പുകളുടെ ഒരു മനോഹര പെർഫോമൻസ് ഇതാ നമ്മുടെ പ്രേക്ഷകർക്കായി. മൂപ്പനും എന്താ മൂപ്പ ഇതുവഴി കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. കയറുവാ, എല്ലാരും കേറി വരീൻ, കേറി വാ. വിഷ്ണു, കല്യാണി ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇതാരാ വന്നേക്കുന്നത് നോക്ക്. വിഷ്ണു ഇത് വരിക. ഇതാണ് ഊരുമൂപ്പൻ. ഇവിടെ ചില ചടങ്ങുകൾ ചെയ്യാൻ വന്നതാ. വിഷ്ണു, ഈ തായത്ത് കണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി ഇവരെനിക്ക് കെട്ടിത്തന്ന തായത്താണിത്. അത് കൊള്ളാലോ. ഇത് താഴത്താന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മേളത്താണല്ലോ കെട്ടിയിരിക്കുന്നത്. വിഷ്ണു, അസ്ഥാനത്ത് ഇങ്ങനെ ചളി കൗണ്ടർ അടിക്കല്ലേ. അതായത് അണ്ണന്റെ അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതലേ കൈമാറി വരുന്ന ഒരു പദവിയാണിത്. അതുകൊണ്ട് ഇവിടെ എന്ത് വിശേഷം നടന്നാലും ഇവരുടെ ആചാരപ്രകാരം ചില ചടങ്ങുകൾ ഇവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഓഹോ, അത്രേ ഉള്ളോ? നന്നായി. അല്ലെങ്കിൽ തന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഇത്രയും ആചാരങ്ങളോടും ഭയങ്കര ഇഷ്ടാ. ഉള്ളത് പറയാലോ. അല്ലെങ്കിൽ എനിക്ക് ഈ പഴഞ്ചൻ ആചാരങ്ങളോടൊന്നും ഒട്ടും താല്പര്യമില്ല മൂപ്പ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. இந்த அம்மாவும் இந்த பையனும் இங்க வா. நாகராஜா, இந்த பெண்ணோட மேல இருக்குது பேயெல்லாம் ஒரொറ്റடியாலே தீர்த்திடுக்கு நாகராஜா. இந்த വടിയാലെ ഉൻ വേളിയെ നല്ലമ്മ അടിച്ചാ മട്ടും പോതും. അങ്ങനെ മെല്ലെ അടിച്ചാലൊന്നും പേ പോവാതെ മൂപ്പ. ഇവളുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ബാധ എങ്ങനെ പുറത്തു ചാടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ തല്ലല്ലേ മൂപ്പാ. ഇതൊരുമാതിരി വൃത്തികെട്ട ആചാരമായി പോയി മൂപ്പ. അയ്യ, കല്യാണിയല്ലേ പറഞ്ഞത് ഇത്തരം പ്രാചീന ആചാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്? അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. ആഹാ, ആര് പറഞ്ഞ്? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ലാതെ തന്നെ എനിക്ക് ഇത്തരം ആചാരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മൂപ്പാ, കൈ നീട്ടാൻ പറ. അയ്യോ, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലേ. ഇതൊന്നും വേണ്ടായേ. ആര് പറഞ്ഞ്? എനിക്ക് ഇതിലോടൊക്കെ നല്ല താല്പര്യ. കൈ നീട്ടടി. ബാധ പോയോ മൂപ്പാ? ബാധ പോയില്ല, പക്ഷെ അവളുടെ ബോധം പോയി. ഇനിയും ഇത്ര മനോഹരമായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ പറയൂ അങ്കിൾ. അങ്ങനെ അടിക്കുകയോ തൊഴിക്കുകയോ നഖത്തിനിടയിൽ മുട്ടുസൂചി എടുത്ത് കുത്തിക്കേറ്റുകയോ ഏത് ആചാരങ്ങളായാലും പറഞ്ഞാ മതി, ഞാൻ എല്ലാത്തിനും റെഡിയാ. இந்த கற்பூரம் உங்க கை வச்சு கத்திக்கணும். இந்த அம்மா உங்க கால்ல வீണ് എണീറ്റാ மட்டும்தான் ഞങ്ങൾക്ക് നിങ്ങ കല്യാണം കഴിച്ച മാതിരിയേ ആകൂ. കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കാനോ? ഇതൊരുമാതിരി വൃത്തികെട്ട ആചാരമായി പോയി കേട്ടോ. അങ്ങനെയല്ലോ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ചടങ്ങ് നടക്കട്ടെ. അയ്യോ, കത്തിക്കല്ലേ കത്തിക്കല്ലേ കത്തിക്കല്ലേ. അയ്യോ ഇപ്പൊ കഴിയും. അയ്യോ കത്തിക്കല്ലേ, ഇപ്പൊ കഴിയും. അയ്യോ കത്തിക്കല്ലേ. കത്തിക്ക് കത്തിക്ക് കത്തിക്ക്. അവന് കൈ വെച്ച് കത്തിക്ക്. நம்புறா, பயப்பட வேண்டாம். இந்த அம்மா காலில் வீழ்ந்து எழுநேற்றால் அப்ப எல்லாம் முடியும். എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ ലാലേട്ടാ. ഇനി ഇതുപോലെ മനോഹരമായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ മൂപ്പ, ഞാൻ റെഡിയാണല്ലോ. ഇതാടോ പറയുന്നത് കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന്. എങ്ങനെ ഉണ്ട് ഈ മനോഹരമായ ആചാരം? സൗപർണികാമൃത വീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. സൗപർണികാമൃതവീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും
പാദാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ കരിമഷി പടരുമീ കൽവിളക്കിൽ കനകാംകുരമായി വിരിയേണം നീ അന്തർനാളമാ തെളിയേണം
അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമോദി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ ശ്യാമജന്മം ശുഭസാന്ദ്രമാക്കവേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ഒരു പൂവിതളിൻ വീണപൂക്കൾ പോലെ ധന്യമാക്കവേ. ഒരു പൂവിതളിൻ നറുപുഞ്ചിരിയായി നിറമാർന്ന ചന്ദ്രികയായി ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യേ. ലാലേട്ടാ, ഈ പല ഹീറോസിന് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് എല്ലാ ഹീറോസിനും ഒരു ശബ്ദം പ്ലേ ബാക്കിൽ നന്നായിട്ട് ചേരും. പക്ഷെ ലാലേട്ടൻ വരുന്ന സമയത്ത് രണ്ട് ശബ്ദങ്ങളും
പെർഫെക്റ്റ് ആയിട്ട് ചേരും. അതെങ്ങനെയാ അത്? ഒന്ന് ദാസങ്കളും ഒന്ന് ശ്രീകുട്ടൻ ചേട്ടനും ഒരേപോലെ എങ്ങനെയാണ് ചേരുന്നത്? അന്ന് ഇവരുടെ രണ്ടുപേരുടെയും ശബ്ദം രണ്ടാണ്, പക്ഷെ ലാലേട്ടൻ സ്ക്രീനിൽ വരുമ്പോൾ ഒന്നാണ്. ഒരു മറുപടി പറയാനില്ല. അപ്പൊ അത്രയും ഒരു ബ്ലെസ്ഡ് ആയ ആളാണ് ഞാനെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ആസ് എ കമ്പോസർ, രണ്ട് സിംഗേഴ്സിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തപ്പം ഒരാള് കുറുമ്പ് നിറഞ്ഞ ലാലേട്ടനാണ്, അതാണ് ശ്രീകുട്ടൻ ചേട്ടൻ. അതെ. മറ്റേ ആള് കുറച്ചും കൂടി ഗാംഭീര്യവും സീരിയസ്നെസ് ഉള്ള ലാലേട്ടനാണ്. അപ്പം ഈ പാട്ട് പാടാൻ വരുമ്പം ശ്രീകുട്ടൻ ചേട്ടൻ എനിക്ക് പാടാൻ വരുമ്പം ലാലേട്ടൻ അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ അതും ചോദിക്കും ലാലിന്റെ ലിപ്പുണ്ടോ എന്ന് ചോദിച്ചു കേട്ടാ. അതാണ് ശ്രീകുട്ടൻ ചേട്ടന് വേണ്ടുന്നത്. ഒരു ഉദാഹരണം പറയണമെങ്കിൽ ബിഗ് ബ്രദർ എന്ന് പറയുന്ന പടത്തിന്റെ ഒരു കല്യാണ പാട്ട്, ആദ്യത്തെ പാട്ട് അല്ല രണ്ടാമത്തെ പാട്ട്, അതിന് ലാലേട്ടന്റെ ക്യാരക്ടർ അതിൽ വളരെ സീരിയസ് ആണ്. ഐ മീൻ ഓപ്പൺ ആയിട്ട് അങ്ങനെ ചിരിക്കില്ല. ഒരു ട്രോമ കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ഒരു റൂമിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തി പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശ്രീകുട്ടൻ ചേട്ടൻ ആവുന്നതും ശ്രമിച്ചു ലാലേട്ടൻ അതിൽ പാടിയേ പറ്റൂ എന്ന് പറയാൻ പാടാൻ വന്നപ്പം. അപ്പം എന്തുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. ശ്രീകുട്ടൻ ചേട്ടൻ പാടിക്കഴിഞ്ഞാൽ അത് ലാലേട്ടനാണ് പാടുന്നത് എന്ന് ആൾക്കാരങ്ങ് വിശ്വസിക്കും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ അത്ഭുതമുണ്ട്, വളരെ സന്തോഷമുണ്ട് കേൾക്കുമ്പം. അപ്പം ശ്രീകുട്ടൻ ചേട്ടന് ആദ്യം ലാലേട്ടന് ഇരിക്കുന്ന സമയത്ത് തന്നെ വലിയൊരു കയ്യടി നമ്മളെല്ലാവരും അതിന് കൊടുക്കുന്നു. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. ഞെട്ടലൊക്കെ മാറിയോ നിന്റെ? ആ ഫസ്റ്റ് എന്നാലും ഒരു ചെറിയൊരു ഇതുണ്ട് ഉള്ളില്. സന്തോഷായോ? പക്ഷേ സന്തോഷം. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ. ലാലങ്കൾ
തിന്തിന്നല 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 തനനല തിന്തിന്നല തിന്തിന്നല തോ താനാ തിന്തിന്നല 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 തനനല തിന്തിന്നല തിന്തിന്നല തോ. ഉഗ്രൻ പാട്ട് ഒക്കെ ഞങ്ങൾ ആ ഓർമ്മകളിലേക്കൊക്കെ ചില പാട്ടുകൾ നമ്മളെ പെട്ടെന്ന് അതിലേക്ക് കൊണ്ടുപോകും. അപൂർവമായ ചില പാട്ടുകൾ, അത്തരത്തിൽപ്പെട്ട പാട്ടാണ് ഇത്. താങ്ക് യു സർ. ലാലങ്ങളെ, അങ്കിളുടെ അഭിമന്യു എന്ന് പറഞ്ഞ മൂവിയിലെ രാമായണ കാറ്റയും തുടങ്ങുന്ന അടിപൊളി പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻ ബെൻസനും ഹനുവിനെയും എത്താണ്. വെൽക്കം.